മെയ് 2023 കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വെബ് ബ്രൗസറുകളിൽ ഒന്നാം സ്ഥാനം ഗൂഗിൾ ക്രോമിനാണ്. ഗൂഗിൾ ക്രോം എന്ന വെബ് ബ്രൗസർ ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റായിട്ടും കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന 15 കീബോർഡ് ഷോർട്ട്കട്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. എൻ്റെ ഗൂഗിൾ ക്രോം ബ്രൗസറിൽ 6 പേജുകൾ അഥവാ 6 ടാബുകളാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അഥവാ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യണമെങ്കിൽ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ടി എന്ന കീ പ്രസ് ചെയ്യുക. കൺട്രോൾ ടി. നോക്കുക, പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യപ്പെട്ടു. വീണ്ടും കൺട്രോൾ ടി. പുതിയൊരു പേജ് അഥവാ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യപ്പെട്ടാൽ കാണാം. ആക്റ്റീവ് ടാബ് ക്ലോസ് ചെയ്യാനുള്ള ഷോർട്ട്കട്ടാണ് കൺട്രോൾ ഡബ്ല്യു. ആക്റ്റീവ് പേജ് ക്ലോസ് ചെയ്യപ്പെട്ടാൽ കാണാം. വീണ്ടും മറ്റൊരു ടാബ് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ ഡബ്ല്യു. ആക്റ്റീവ് ടാബ് ക്ലോസ് ചെയ്യപ്പെട്ടു. ഗൂഗിൾ ക്രോമിൻ്റെ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട്കട്ടാണ് കൺട്രോൾ എൻ. നോക്കുക, പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യപ്പെട്ടാൽ കാണാം. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ ടാബാണുള്ളത്. സോ ഞാൻ കൺട്രോൾ ഡബ്ല്യു എന്ന ഷോർട്ട്കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത വിൻഡോ ക്ലോസ് ചെയ്യപ്പെട്ടു. ഒരു ടാബിൽ നിന്ന് തൊട്ടടുത്ത ടാബിലേക്ക് പോകാനുള്ള ഷോർട്ട്കട്ടാണ് കൺട്രോൾ പേജ് ഡൗൺ. നോക്കുക, തൊട്ടടുത്ത പേജ് സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം. വീണ്ടും കൺട്രോൾ പേജ് ഡൗൺ. ഇനി തൊട്ട് മുന്നത്തെ പേജിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ പേജ് അപ്പ്. തൊട്ടടുത്ത പേജിലേക്ക് പോകാനായിട്ട് കൺട്രോൾ ടാബ് എന്ന ഷോർട്ട്കട്ടും ഉപയോഗിക്കാവുന്നതാണ്. കൺട്രോൾ ടാബ്. നോക്കുക, തൊട്ടടുത്ത ടാബ് സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം. തൊട്ട് മുന്നത്തെ ടാബിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ടാബ്. ഇനി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നവയിൽ ഒരു പർട്ടിക്കുലർ ടാബ് സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട്കട്ട് നോക്കാം. ഉദാഹരണത്തിന് ഈ 4ാമത്തെ ടാബ് സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് 4 എന്ന കീ പ്രസ് ചെയ്യുക. കൺട്രോൾ 4. നോക്കുക, 4ാമത്തെ ടാബ് സെലക്ട് ചെയ്യപ്പെട്ടു. 2ാമത്തെ ടാബ് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ 2. ഇനി എത്ര പേജ് ഓപ്പൺ ആണെങ്കിലും ഏറ്റവും അവസാനത്തെ ടാബ് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ 9. നോക്കുക, ഏറ്റവും അവസാനത്തെ ടാബ് സെലക്ട് ചെയ്യപ്പെട്ടു. 3ാമത്തെ ടാബ് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ 3. ഇനി ഇതിലേതെങ്കിലും ഒരു പേജ് നമ്മൾ ആക്സിഡൻ്റലി ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കുക. എക്സൽ ജെറ്റ് എന്ന ഈ പേജ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. തൊട്ട് മുന്നേ ക്ലോസ് ചെയ്ത പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ടി. വീണ്ടും 2 പേജുകൾ ക്ലോസ് ചെയ്യുന്നു. തൊട്ട് മുന്നേ ക്ലോസ് ചെയ്ത പേജുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ടി ഒരു തവണ കൂടി. ആക്റ്റീവ് പേജ് റീലോഡ് ചെയ്യാനുള്ള ഷോർട്ട്കട്ടാണ് കൺട്രോൾ ആർ. ആക്റ്റീവ് പേജിനെ ഫുൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായിട്ട് F11. ഫുൾ സ്ക്രീൻ എക്സിറ്റ് ചെയ്യാനായിട്ട് വീണ്ടും F11. ക്രോം ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ കാണാനായിട്ട് കൺട്രോൾ ജെ. നോക്കുക, ഡൗൺലോഡ്സ്. ഷോ ഫോൾഡർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഫയൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യപ്പെടും. ക്രോമിൻ്റെ ബ്രൗസിംഗ് ഹിസ്റ്ററി കാണാനായിട്ട് കൺട്രോൾ H. ഹിസ്റ്ററി എന്നൊരു ടാബ് ഓപ്പൺ ചെയ്യപ്പെട്ടു. നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി ഇവിടെ കാണാവുന്നതാണ്. ഈ പേജ് ക്ലോസ് ചെയ്യാനായിട്ട് കൺട്രോൾ ഡബ്ല്യു. ക്രോമിൻ്റെ അഡ്രസ് ബാർ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ F6 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. F6. നോക്കുക, ക്രോമിൻ്റെ അഡ്രസ് ബാർ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. നമ്മൾ ഈ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിന് ശേഷം .com എന്ന് ആഡ് ചെയ്ത് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് Alt Enter. ആക്റ്റീവ് പേജിനെ ബുക്ക് മാർക്കായിട്ട് ആഡ് ചെയ്യാനുള്ള ഷോർട്ട്കട്ടാണ് കൺട്രോൾ ഡി. നോക്കുക, ആക്റ്റീവ് പേജ് ബുക്ക് മാർക്കായിട്ട് ആഡ് ചെയ്യപ്പെട്ടാൽ കാണാം. വീണ്ടും ബുക്ക് മാർക്ക് ബാർ ഡിസ്പ്ലേ ചെയ്യാനും ഹൈഡ് ചെയ്യാനുള്ള ഷോർട്ട്കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് ബി. സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളുടെ ലിങ്ക് വളരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ പിൻ ചെയ്ത് വെക്കാനാണ് ഈ ടൂൾ ബാർ ഉപയോഗിക്കുന്നത്. ബുക്ക് മാർക്ക് ബാർ ഹൈഡ് ചെയ്യാനായിട്ട് വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് ബി. ക്രോമിൻ്റെ ഇൻകോഗ്നറ്റോ മോഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൻ. ബ്രൗസിംഗ് ഹിസ്റ്ററി സേവ് ചെയ്യാതെ പ്രൈവറ്റായിട്ട് ബ്രൗസ് ചെയ്യാനായിട്ടാണ് ഇൻകോഗ്നറ്റോ മോഡ് സാധാരണ ഇതിൽ നമ്മൾ ഉപയോഗിക്കുക. ഗൂഗിൾ ക്രോമിലെ സെലക്റ്റഡ് ആയിട്ടുള്ള 15 ഷോർട്ട്കട്സിനെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ സംസാരിച്ചത്.
ഈ ഷോർട്ട് കട്ട്സിന് പുറമെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഓപ്ഷൻസും ഗൂഗിൾ ക്രോമിലുണ്ട്. അവയെക്കുറിച്ച് പിന്നീടൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.